ത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ദ ടേബിൾ ബിലോ ഗീവ്സ് 49 persons ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ വെയ്റ്റ്സ്. ഈ 49 ആളുകളുടെ വെയ്റ്റ്സ് ഇവിടെ ടേബിളായിട്ട് തന്നിട്ടുണ്ട്. അതിൽ 30 മുതൽ 40 വരെ വെയ്റ്റുള്ള 5 പേര്, 40 മുതൽ 50 വരെ വെയ്റ്റുള്ള 7 പേര്, അങ്ങനെ തുടർന്ന് മൊത്തം 49 ആളുകളുടെ വെയ്റ്റും അതുള്ള ആളുകളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ദേ ആർ ലൈൻഡ് അപ്പ് അക്കോർഡിംഗ് ടു ദെയർ വെയ്റ്റ്സ്. ഇവർ വെയ്റ്റിൻ്റെ ക്രമത്തിൽ ലൈനായി നിൽക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വെയ്റ്റിൽ നിന്ന് കൂടിയ വെയ്റ്റിലേക്ക് നിൽക്കുകയാണെങ്കിൽ, ദ വെയ്റ്റ് ഓഫ് ദ പേഴ്സൺ അറ്റ് വിച്ച് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് മീഡിയൻ. ഏത് പൊസിഷനിലുള്ള ആളുടെ വെയ്റ്റാണ് മീഡിയനായി കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം എപ്പോഴും മിഡിൽ വരുന്ന ആളാണ് മീഡിയൻ. അപ്പോൾ ഇവിടെ ടോട്ടൽ 49 ആളുകളായതുകൊണ്ട് തീർച്ചയായിട്ടും മീഡിയൻ എന്ന് പറയുന്നത് 49 ആളുകളെ അസെൻഡിങ് ഓർഡറിൽ നിർത്തുമ്പോൾ നടുവിൽ വരുന്ന ആളാണ്. ഇതൊരു ഓഡ് നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ മിഡിൽ വാല്യൂ കാണാൻ വളരെ എളുപ്പമാണ്. ആ 49 കൂടി 1 കൂട്ടി പകുതിയാക്കിയാൽ മതിയാവും. അതായത് 50ൻ്റെ പകുതി 25, 25th പേഴ്സൻ്റെ വെയ്റ്റാണ് നമ്മൾ മീഡിയനായി കൺസിഡർ ചെയ്യുക. അപ്പോൾ 25th പേഴ്സൺ എന്നാണ് അതിൻ്റെ ആൻസർ. വെയ്റ്റ് ഓഫ് 25th പേഴ്സൺ ഈസ് കൺസിഡർ ആസ് മീഡിയൻ. ഇനി നമ്മൾ അക്കോർഡിംഗ് ടു ദ അസംഷൻസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ മീഡിയൻ, വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ 22nd പേഴ്സൺ. 22ാമത്തെ ആളുടെ വെയ്റ്റ് എത്രയായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, അതുപോലെ മീഡിയൻ വെയ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ശരി, അതിനായി ഈ 25ാമത്തെ ആളുടെ വെയ്റ്റാണ് മീഡിയൻ. നമുക്കറിയാം ഈ 25ാമത്തെ ആൾ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് നമുക്ക് നോക്കാം. നോക്കൂ, 30നും 40നും ഇടയിൽ 5 ആൾക്കാരുണ്ട്. 40നും 50നും ഇടയിൽ വെയിറ്റുള്ള 7 പേരുണ്ട്. ഇവിടെ ടോട്ടൽ 5 + 7 12 പേരായി. ഈ 12 പേര് നമുക്ക് 25ാമത്തെ ആളാണ് വേണ്ടത്. ഈ 12 പേര് നിൽക്കുമ്പോൾ നമ്മുടെ ആളാവില്ലല്ലോ, നമുക്ക് 25ാമത്തെ ആളെ വേണം. ഇനി 50 മുതൽ 60 വരെ വെയിറ്റുള്ള 9 ആളുണ്ട്. അപ്പോൾ ഈ 12 പേരുടെ കൂടെ ഇനി അടുത്ത 9 ആൾ കൂടെ നിന്നാൽ 21 ആളെ ആവുള്ളൂ. വീണ്ടും അടുത്ത ഗ്രൂപ്പിലുള്ള 10 ആൾക്കാരെ, അതായത് 60നും 70നും ഇടയിൽ വെയിറ്റുള്ള 10 പേരെ കൂടെ ചേർത്താൽ ഈ 21ൻ്റെ കൂടെ ഈ 10ഉം കൂടെ ചേരുമ്പോൾ 31 ആൾക്കാരാവും. നോക്കൂ, ഈ 21 മുതൽ 21ന് ശേഷം 31 വരെയുള്ള ഈ 10 ആളുകളിൽ നമ്മുടെ 25ാമത്തെ ആൾ കൂടി വരില്ലേ. 21 ആളുകൾ മുൻപ് വന്നു, അതിനുശേഷം അടുത്ത 10 ആളുകൾ നിൽക്കുമ്പോൾ 25ാമത്തെ ആൾ വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ 25ാമത്തെ ആളുടെ വെയ്റ്റാണ്. അതാണ് മീഡിയൻ വെയ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ 25ാമത്തെ ആൾ വരിക ഈ 10 ആളുകളിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അയാളുടെ വെയ്റ്റ് 60നും 70നും ഇടയിലായിരിക്കും. ഇതാണ് മീഡിയൻ വരുന്ന ക്ലാസ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, മീഡിയൻ ക്ലാസ് ഏതാണെന്ന്. അതായത് മീഡിയൻ വരുന്ന ആ ഇൻ്റർവെൽ അത് 60 to 70 ആണ്. ഇവിടെ ഈ 60 to 70ൻ്റെ ഇടയിൽ ഈ 60 മുതൽ 70 വരെയുള്ള വെയ്റ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. ഈ 70യും 60യും തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. ഇവിടെ 10 ആളുകളുണ്ട്. ഇവിടുത്തെ ഡിഫറൻസ് 10നെ ഇവിടുത്തെ ആളുകളുടെ എണ്ണം 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ ഡിഫറൻസ് 1 ആണെന്ന് കിട്ടും. ഈ 10 ആളുകളെ 60 മുതൽ 70 വരെ ഉള്ള വെയ്റ്റുകൾ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് 60 മുതൽ 70 വരെയുള്ള ആ വെയ്റ്റിനെ 60, 1ൻ്റെ ഡിഫറൻസിൽ എഴുതുക. 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70. 60 മുതൽ 70 വരെയുള്ള ഈ വെയ്റ്റിനെ ഇവിടുത്തെ ഡിഫറൻസ് 10 ആണ്. അവിടെ 10 ആളുകളുണ്ട്. ഈ 10 ആളുകളുടെ വെയ്റ്റ് ഈക്വലായിട്ട് നമ്മൾ ഓരോ വെയ്റ്റിൻ്റെ ഡിഫറൻസ് ആയിട്ട് ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ 60 മുതൽ 70 വരെ നമ്മൾ ഇവരെ 10ആയി ക്ലാസ്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി 60 മുതൽ 61 വരെ, 61 മുതൽ 62 വരെ, 62 to 63, ഇങ്ങനെ ഓരോ വെയ്റ്റിൻ്റെ ഡിഫറൻസിൽ ഇതിനെ അറേഞ്ച് ചെയ്തു. ഇനി നമുക്കറിയാം, നോക്കൂ, ആദ്യം 30നും 40നും ഇടയിൽ വെയിറ്റുള്ള 5 ആളുണ്ട്. 40നും 50നും വെയിറ്റിലുള്ള 7 ആളുണ്ട്. അപ്പോൾ ഇവിടെ 5, 7, 12, ഈ 9ഉം കൂടെ ചേരുമ്പോൾ 21. ഈ 21 ആളുകൾ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ പുറകിലാണ്.
ഈ 10 ആളുകളിലെ ആദ്യത്തെ ആളെന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 21 ആൾ പോയി. ഇനി ഈ 10 ആളുകളിലെ ആദ്യത്തെ ആളെന്ന് പറയുന്നത് 22ാമത്തെ ആളാണ്. ഈ 60നും 70നും ഇടയിൽ വെയിറ്റുള്ള ആദ്യത്തെ പേഴ്സൺ എന്ന് പറയുന്നത് 22nd പേഴ്സൺ ആണ്. അയാളുടെ വെയിറ്റ് നമ്മൾ ഈ 60നും 70നും ഇടയിലാണ്. അതിൽ 60നും 61നും ഇടയിലുള്ള നമ്പറിൽ നമ്മൾ അസ്യൂം ചെയ്യും 22ാമത്തെ ആൾ 60നും 61നും ഇടയിലുള്ള പേഴ്സണായി അസ്യൂം ചെയ്യും. അപ്പോൾ ഈ 60നും 61ൻ്റെയും മിഡിലുള്ള വാല്യൂ ആണ് ഈ 22ാമത്തെ ആളുടെ വെയിറ്റായി അസ്യൂം ചെയ്യുന്നത്. 60ൻ്റെയും 61ൻ്റെയും മിഡിലെ വാല്യൂ എന്ന് പറയുന്നത് 60.5 ആണ്. അപ്പോൾ സബ് ക്വസ്റ്റ്യൻ 2 അതാണ്. എന്താണ് 22nd പേഴ്സൻ്റെ വെയിറ്റ് എത്രയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. അത് 60.5 ആണ് നമുക്ക് കിട്ടും. അടുത്തത് മൂന്നാമത്തത് കാൽക്കുലേറ്റ് ദ മീഡിയൻ വെയിറ്റ് എന്നാണ്. മീഡിയൻ വെയിറ്റ് എന്ന് പറയുന്നത് 25th പേഴ്സൻ്റെ വെയിറ്റാണ്. അപ്പോൾ 22ാമത്തെ ആൾ നമ്മളിവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് 23, 24, 25, 26 ഇങ്ങനെ തുടർന്ന് പോവുക. 27, 28, 29, 30, 31 വരെയുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ 60നും 70നും ഇടയിൽ വെയിറ്റുള്ള ആളുകൾ. ഇതിലെ 25ാമത്തെ ആൾ ഇരിക്കുന്നത് നോക്കൂ, 63ൻ്റെയും 64ൻ്റെയും മിഡിലാണ്. അത് 63.5 ആണെന്ന് നമുക്ക് കിട്ടും. അതാണ് മീഡിയൻ വെയിറ്റ് എന്ന് പറയുന്നത് 63.5. ഇത് ഇങ്ങനെ വരച്ച് കണ്ടുപിടിക്കുന്നതല്ലാതെ മറ്റൊരു മാർഗം കൂടെ പറയാം. അതായത് നമ്മളാദ്യം ഇവിടുത്തെ ടോട്ടൽ 49 മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ വരുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും 49 + 1/2 25th പേഴ്സണാണ് എന്തായാലും മീഡിയൻ വെയിറ്റ് ഉള്ള ആൾ. അപ്പോൾ ഇയാളുടെ വെയിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ആ 25 ഇതിലെവിടെയാണ് വരിക നോക്കുക. അതിന് 5, 5, 7, 12, 12, 9, 21 അതിൽ വരില്ല. അടുത്ത 10ലാണ് 31ലാണ് നമ്മുടെ 25th പേഴ്സൺ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ 10 ആളുകളിലാണ് നമ്മുടെ 25ാമത്തെ ആൾ വരുന്നത്. അത് അയാളുടെ വെയിറ്റ് 60നും 70നും ഇടയിലുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡി കണ്ടുപിടിക്കുകയാണ്. ഡി കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഡിഫറൻസ് 10നെ ഇവിടുത്തെ ആളുകളുടെ എണ്ണം 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ 10 ആളുകളിലെ ആദ്യത്തെ ആൾ, ഈ 10 ആളിലെ ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ 5ഉം 7ഉം 12, ഇത് 12, ആ 12, 9, 21ആയി. അടുത്ത ആൾ 22ാമത്തെ ആളാണ്. ആ 22ാമത്തെ ആളെ കാണാൻ വേണ്ടി ഈ 60 to 70ൻ്റെ ലോവർ ലിമിറ്റായ 60യുടെ കൂടെ ഈ ഡിയുടെ ഹാഫ് കൂട്ടും, ഡിയുടെ പകുതി ആഡ് ചെയ്യും. അതായത് 60 + 1ൻ്റെ ഹാഫ് 0.5, 60ഉം 0.5ഉം ആഡ് ചെയ്യുമ്പോൾ 60.5 എന്ന് കിട്ടും. നമുക്കിവിടെ 0.5 ആഡ് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഈ 60ൻ്റെയും 61ൻ്റെയും മിഡിലാണ് നമ്മൾ 22nd പേഴ്സണെ കൊണ്ടിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ ഡിയുടെ പകുതി ആഡ് ചെയ്തത്. പക്ഷേ ഇനി അടുത്ത ഓരോന്ന് പോകുമ്പോൾ ഈ നടുവിൽ നിന്ന് അടുത്ത നടുവിലേക്കാണ് പോണത്. അപ്പോൾ ഇവിടെ 1ൻ്റെ ഡിഫറൻസ് ഉണ്ട്, ഇവിടെയൊക്കെ 1ൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിനി അടുത്തത് കണ്ടുപിടിക്കാൻ പോണത് മീഡിയൻ വെയിറ്റ് ആണ്. മീഡിയൻ എന്ന് പറയുന്നത് 25th പേഴ്സൺ ആണ്. അപ്പോൾ x25 കണ്ടുപിടിക്കാൻ വേണ്ടി ഈ x22ൻ്റെ കൂടെ 3 ടൈംസ് ഡി ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ 3 ടൈംസ് ഡി ആഡ് ചെയ്താൽ ഈ x22 എന്ന് പറയുന്നത് 60.5 ആണ്. അതിൻ്റെ കൂടെ 3 ടൈംസ് കോമൺ ഡിഫറൻസ് അല്ല, ഇവിടുത്തെ ഡിഫറൻസ് ആണ്. ഏതായാലും ആ D1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 60.5ഉം 3യും കൂടെ ആഡ് ചെയ്താൽ 63.5 എന്ന് കിട്ടും. ഇനി ഈ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ദ ടേബിൾ ബിലോ ഷോസ് ദ ഡെയിലി വേജസ് ഓഫ് 75 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി. ഒരു ഫാക്ടറിയിലെ 75 ആളുകളുടെ ഡെയിലി വേജാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ആദ്യം ചോദിച്ചിരിക്കുന്നത്, ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദെയർ വേജസ്, വാട്ട് ഇൻ ദ വേജ് ഓഫ് ദ പേഴ്സൺ ഹൂസ് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് ദ മീഡിയൻ. അതായത് എത്രാമത്തെ പൊസിഷനിലിരിക്കുന്ന ആളുടെ വേജാണ് മീഡിയനായി കൺസിഡർ ചെയ്യുന്നത്. അത് നമുക്കറിയാം, 75 ഓഡ് ആയതുകൊണ്ട് 75 + 1/2, അതായത് 76/2, 38th പേഴ്സൻ്റെ വേജാണ് മീഡിയനായി കൺസിഡർ ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിനി 38th പേഴ്സൺ എവിടെയാണ് വരിക നോക്കുക. ഇവിടെ 10ഉം 22ഉം കൂടെ ആഡ് ചെയ്താൽ 32 32 വരിക. 32-ലല്ല 38 വരുന്നത്. ഈ 32ൻ്റെ കൂടെ അടുത്ത 20 ആഡ് ചെയ്യുമ്പോൾ 52 ആവും. ഈ 52-ലാണ് 32-ന് ശേഷം ഈ 20 ആളുകളുടെ ഇടയിലാണ് 38ാമത്തെ ആൾ വരുന്നത്. അതുകൊണ്ട് തന്നെ മീഡിയൻ വരിക 700-നും 800-നും ഇടയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഡി കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ഡിഫറൻസ് 700-ഉം 800-ഉം തമ്മിലുള്ള ഡിഫറൻസ് 100-നെ ഇവിടുത്തെ ആൾക്കാരുടെ എണ്ണം 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 100/20 10/2 5 ആണെന്ന് കിട്ടും. ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ആദ്യത്തെ ആളുടെ ഡെയിലി വേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 700-ൻ്റെയും 800-ൻ്റെയും ഇടയിലുള്ള ആദ്യത്തെ പേഴ്സൺ, 700-ൻ്റെ 800-ൻ്റെ ഇടയിലുള്ള ആദ്യത്തെ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇവിടെ 10ഉം 22ഉം 32 ആൾ പോയി. അടുത്ത ഈ 20-ലെ ആദ്യത്തെ ആളെന്ന് പറയുന്നത് എത്രാമത്തെ ആളായിരിക്കും? 33ാമത്തെ ആളായിരിക്കും. അപ്പോൾ നമ്മൾ x33 ആണ് അടുത്തതായി കണ്ടുപിടിക്കാൻ പോണത്. x33 ഈക്വൽ ടു 33ാമത്തെ ആളുടെ വേജ് എന്ന് പറയുന്നത് ഈ ലോവർ ലിമിറ്റ് 700-ൻ്റെ കൂടെ ഡിയുടെ പകുതി കൂട്ടിയതായിരിക്കും. അതായത് 700 പ്ലസ് ഡി 5 ആണ്, 5ൻ്റെ പകുതി 2.5. അപ്പോൾ 700-ഉം 2.5 കൂടെ ആഡ് ചെയ്താൽ 702.5 എന്ന് വരും. ഇനി കണ്ടുപിടിക്കേണ്ടി വരിക മീഡിയൻ ഡെയിലി വേജ് ആണ്. അത് 38ാമത്തെ ആളുടെ ഡെയിലി വേജ് ആണ്. 38 കണ്ടുപിടിക്കാൻ ഇവിടെ ഓൾറെഡി x33 ആയി. x33യുടെ കൂടെ 5 ടൈംസ് ഡി ആഡ് ചെയ്താൽ മതിയാവും. അതായത് 702.5ൻ്റെ കൂടെ 5 ടൈംസ് ഡി എത്രയാണ്? 5 ആണ്. അപ്പോൾ 702.5ഉം 25ഉം കൂടെ ആഡ് ചെയ്താൽ 727.5 എന്ന് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് ഈസ് ദ മീഡിയൻ ക്ലാസ് എന്നാണ് സെക്കൻഡ് ചോദിച്ചിട്ടുള്ളത്. ആ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് മീഡിയൻ വരുന്ന ക്ലാസ് ആണ്. അത് 700 to 800 ആണ് മീഡിയൻ ക്ലാസ്. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ദ ടേബിൾ ബിലോ ഷോസ് ക്ലാസിഫൈസ് സം ഹൗസ് ഹോൾഡ്സ് അക്കോർഡിംഗ് ടു ദെയർ കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഇലക്ട്രിസിറ്റിയുടെ കൺസംഷനാണ് ഇവിടെ ടേബിളായിട്ട് തന്നിട്ടുള്ളത്. 125 ആൾക്കാരാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, ദ കൺസംഷൻ ഓഫ് ഹൗസ് ഹോൾഡ് അറ്റ് വിച്ച് പൊസിഷൻ ഈസ് കൺസിഡർ ആസ് മീഡിയൻ. അപ്പോൾ എത്രാമത്തെ പൊസിഷനിലെ ഹൗസ് ഹോൾഡ്സിൻ്റെ കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ മീഡിയനായി കൺസിഡർ ചെയ്യുന്നത്. അത് 125 + 1/2, അതായത് 126/2. 126ൻ്റെ ഹാഫ് 63 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 63 എവിടെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. 5, 15ഉം 20, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 20 ആണ്. 20ലേക്ക് 25ഉം കൂടെ വരുമ്പോൾ 45 ആണ്. അതിലല്ല, 45ഉം 50ഉം അതിനകത്ത് വരും അല്ലേ. 45ഉം 50ഉം കൂടെ വരുമ്പോൾ 95 ആണ് വരിക. ഈ 95 ആളുകളുടെ ഇടയിലാണ് നമ്മുടെ 63ാമത്തെ ആൾ വരിക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി 150 മുതൽ 200 യൂണിറ്റിൻ്റെ ഇടയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡി കണ്ടുപിടിക്കുകയാണ്. ഡി കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഡിഫറൻസ് എടുത്തു 50 ബൈ ഇവിടുത്തെ നമ്മുടെ ഹൗസ് ഹോൾഡ്സിൻ്റെ എണ്ണം 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന ആൻസർ കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മളെന്താ ചെയ്യുക, ഈ നമ്മുടെ 150 മുതൽ 200 വരെയുള്ള ഇൻ്റർവെല്ലിലെ ആദ്യത്തെ ആളെ കണ്ടുപിടിക്കണം. നോക്കൂ, ഇവിടെ 5ഉം 15ഉം 20ഉം 25ഉം 45 ആളുകളായി ഇതിൻ്റെ മുന്നേ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത ആളെന്ന് പറയുന്നത് 46ാമത്തെ ആളാണ്. അപ്പോൾ നമ്മൾ x46 ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. x46 എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ലോവർ ലിമിറ്റ് ഈ 150ൻ്റെ കൂടെ നമ്മുടെ ഡിയുടെ പകുതി 1ൻ്റെ പകുതി 0.5 ആഡ് ചെയ്താൽ 150.5 എന്ന് കിട്ടും. ഇനി കണ്ടുപിടിക്കേണ്ടത് മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ 63ാമത്തെ ഹൗസ് ഹോൾഡ്സിൻ്റെ കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. x63 കണ്ടുപിടിക്കാൻ x46ൻ്റെ കൂടെ എത്ര ഡി കൂട്ടണം? 46ൻ്റെ കൂടെ 17 ഡി ആഡ് ചെയ്യുമ്പോഴാണ് അത് 63 ആവുക. അപ്പോൾ x46 എന്ന് പറയുന്നത് 150.5ൻ്റെ കൂടെ 17 × 1 17 തന്നെ ആഡ് ചെയ്താൽ 167.5 എന്ന് കിട്ടും. ഈസി അല്ലേ?